الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ ഖാലിഖായ റബ്ബേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാനും ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാനും എല്ലാം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ റമളാനിൽ നീ ഞങ്ങളെ എത്തിക്കണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റജബ് നമ്മളോട് പറയുകയാണ്, ഇനി നമ്മുടെ മുന്നിലുള്ള ശഅബാൻ മാസമാണ്. ആ ശഅബാൻ മാസത്തിൽ ഞാൻ ഈ പറയുന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അത്ര മഹത്തമായ ഒരു സൂറത്തിനെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ശഅബാനിന്റെ 1-ാം രാവ് മുതൽ നിങ്ങൾ ഇത് ഓതിക്കോ. അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പല വിഷമങ്ങളുള്ളവർ, രോഗികളുണ്ട്, ഭവനങ്ങളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ മക്കളില്ലാത്തവരുണ്ട്. എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നിങ്ങൾ ശഅബാൻ 1-ാം രാവ് മുതൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ അല്ലാഹു നിങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും സാധിപ്പിച്ചു തരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ രാവാണല്ലോ. ഇന്ന് ഈ 8 ആയത്തുകൾ നിങ്ങൾ ഓതി അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധമായ റജബ് മാസം നമ്മോട് വിട പറഞ്ഞാൽ നാം ദുആയിരക്കേണ്ടത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. റമളാനിൽ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, റമളാൻ മാസത്തിൽ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ റമളാൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ എത്രയോ പേരുണ്ടായിരുന്നു മുഅ്മിനീങ്ങളെ. അവർ പലരും മരണപ്പെട്ടു പോയ അല്ലാഹ്, അവർക്കെല്ലാം നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഈ ദുആ മുഴുവനായി തന്നെ പറയാറുള്ളത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ബർക്കത്ത് കിട്ടാൻ ഇങ്ങനെ മുഴുവനായി തന്നെ ദുആ ചെയ്യണം. റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ശഅബാനിന്റെ മാസമാണ് എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ മാസമാണ്. നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ശഅബാൻ മാസത്തിന്റെ വളരെയേറെ പോരിശയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ മാസത്തിൽ നിങ്ങൾ പരിഗണിക്കണേ, അശ്രദ്ധപ്പെടുത്തി കളയല്ലേ. കാരണം റജബിന്റെയും റമളാനിന്റെയും ഇടയിലുള്ള മാസമായതുകൊണ്ട് പലരും അശ്രദ്ധപ്പെടുത്തി കളയുന്ന ഒരു മാസമാണ് ശഅബാൻ. റജബിലെ എല്ലാവരും നല്ല ഇബാദത്തുകൾ എടുക്കും, പക്ഷേ ശഅബാൻ വരുമ്പോൾ ജനങ്ങൾ പുറകോട്ട് പോകും. കാരണം റജബ് നമുക്കൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ആവേശത്തോടു കൂടി തന്നെ ഇബാദത്തുകൾ എടുക്കും. പിന്നെ അവർ ചിന്തിക്കും റമളാനല്ലേ എന്ന്. അത് ശഅബാൻ ഇതിന്റെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് എല്ലാവരും അതിൽ നിന്ന് അല്പം പിന്നോട്ട് പോകലാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പുറകോട്ട് പോകാൻ നമ്മൾ പാടില്ല. റമളാൻ വരുമ്പോൾ നല്ല നിലയിൽ അമലുകൾ ചെയ്യും. അങ്ങനെയല്ല, റജബിൽ നല്ല രീതിയിൽ അമലുകൾ തുടങ്ങി ശഅബാനിൽ കുറച്ചുകൂടി നല്ല നിലയിലാക്കി അവർ റജബിൽ നമ്മൾ സാലിഹായ അമലുകൾ തുടങ്ങി. എല്ലാ വിശുദ്ധിസ്കാരത്തിലായാലും, അതുപോലെ നോമ്പിലായാലും, അതുപോലെ ദാനധർമ്മത്തിലായാലും നല്ല നല്ല മാസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 3 മാസം വളരെ മഹത്വമുള്ള മാസമാണ്. റജബിൽ തുടങ്ങി കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം ശഅബാനിൽ, അതിനേക്കാൾ കുറച്ചുകൂടി നല്ല നിലയിൽ റമളാനിൽ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പരിശുദ്ധ റമളാൻ വരുമ്പോൾ അതികഠിനമായി അതിശക്തിയായ ഇബാദത്തുകൾ നമ്മൾ ചെയ്യണം, ഇബാദത്തുകൾ നമ്മൾ ഏറ്റെടുക്കണം. ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശഅബാൻ നല്ല പോരിശയേറിയതാണ്. മറ്റു മാസങ്ങൾക്ക് 9 പ്രത്യേകത, മറ്റു മാസങ്ങളെക്കാൾ 9 പ്രത്യേകതകൾ നിറഞ്ഞ മാസമാണ് ശഅബാൻ. മറ്റു മാസങ്ങളെക്കാൾ 9 പ്രത്യേകത നിറഞ്ഞ മാസമാണ് ശഅബാൻ.
ഒന്നാമത്തത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ദീനിന്റെ ഹുക്മുകൾ ഇറങ്ങിയത് ശഅബാനിലാണ്. പരിശുദ്ധ ദീനിന്റെ ഹുക്മുകൾ ഇറങ്ങിയത് ശഅബാനിലാണ്. റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണെന്ന വിധി വന്നതും ശഅബാനിലാണ്. ഫിത്ർ സകാത്ത് നിർബന്ധമാണെന്ന വിധി വന്നതും, രണ്ട് പെരുന്നാൾ നമസ്കാരം ശക്തിമത്തായ സുന്നത്താണെന്നുള്ള വിധി വന്നതും മറ്റു മാസങ്ങളിൽ ഇതുപോലെയുള്ള ഹുക്മുകൾ ഇറങ്ങിയിട്ടില്ല എന്നതാണ് ഒരു വാസ്തവം. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ സ്വർഗ്ഗത്തിൽ കടത്താമെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മാസമാണ് ശഅബാൻ. സുബ്ഹാനല്ലാഹ്. മൂന്ന്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന മഹത്തായ ഈ ആയത്ത് നിശ്ചയമായും അല്ലാഹുവും അവന്റെ മലക്കുകളും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ധാരാളം സലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചൊല്ലുക എന്ന പരിശുദ്ധമായ ഈ ആയത്ത് ഇറങ്ങിയത് പരിശുദ്ധമായ ആ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. ഓരോ ദിവസവും നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും. രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ആഴ്ചകളിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഉയർത്തപ്പെടുക. വർഷക്കണക്ക് നോക്കുമ്പോൾ ശഅബാൻ മാസത്തിന്റെ പകുതിയിലാണ് നമ്മുടെ അമലുകൾ അല്ലാഹു ഉയർത്തപ്പെടുന്നത്. അഞ്ചാമത് നമ്മുടെ ആയുസ്സിനെ അല്ലാഹു പുതുക്കപ്പെടുന്ന മാസമാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഞ്ചാമത് അല്ലാഹു നമ്മുടെ ആയുസ്സിനെ പുതുക്കപ്പെടുന്ന മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. പൊന്നാര നബി തങ്ങളുടെ മേൽ സലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണ്. ശഅബാൻ മാസത്തിൽ ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ശഅബാൻ മാസത്തിൽ ഒരാൾ 100 പ്രാവശ്യം സലാത്ത് ചൊല്ലിയാൽ ഈ മാസം സലാത്ത് ചൊല്ലുന്നവന് ഖിയാമത്ത് നാൾ വരെ, ഈ മാസം സലാത്ത് ചൊല്ലുന്നവന് ഖിയാമത്ത് നാൾ വരെ അവൻ ചെയ്ത പാപങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടി ഒരു മലക്കിനെ അല്ലാഹു ഏൽപ്പിക്കുന്നതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാൻ മാസത്തെ ആരെങ്കിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അവൻ എന്നെ ബഹുമാനിച്ചതുപോലെയാണ് എന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരെങ്കിലും എന്നെ ആദരിച്ചാൽ ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ ഞാൻ അവനോട് ചേർന്നിരിക്കും. അതുപോലെ തന്നെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യുക. ശഅബാനിന്റെ 1-ാം രാവ് മുതൽ, അപ്പൊ ശഅബാനിന്റെ 1-ാം രാവ് മുതൽ അഥവാ ഇന്ന് ശഅബാനിന്റെ 1-ാം രാവ് മുതൽ 14-ാം രാവ് വരെ സൂറത്ത് ദുഖാനിൽ ആദ്യത്തെ 8 ആയത്തുകൾ മനുഷ്യൻ ആവർത്തിച്ച് 15 പ്രാവശ്യം ഓതുകയും 14-ാം രാവിന്റെ അന്ന് 15 പ്രാവശ്യം എന്നത് 30 പ്രാവശ്യമാക്കി ആവർത്തിച്ച് ഓതിക്കഴിഞ്ഞാൽ അവൻ എന്ത് ദുആ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യുക. ശഅബാനിന്റെ 1-ാം രാവ് മുതൽ 14-ാം രാവ് വരെ സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ ഒരാൾ ആവർത്തിച്ച് 15 പ്രാവശ്യം ഓതുക. ഒരാൾ ആവർത്തിച്ച് 15 പ്രാവശ്യം ഓതുകയും 14-ാം രാവിൽ നിന്ന് 15 പ്രാവശ്യം എന്നത് 30 പ്രാവശ്യമാക്കി ആവർത്തിച്ച് ഓതി കഴിഞ്ഞാൽ അവൻ എന്ത് ദുആ ചെയ്താലും അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോ. ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, രോഗികളുണ്ട്, അതുപോലെ തന്നെ ഭവനങ്ങളില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ജോലിയില്ലാത്തവരുണ്ട്, പല മുറാദുകൾ ഹാസിലാകാനുള്ളവരുണ്ട്. അതുകൊണ്ട് സൂറത്ത് ദുഖാൻ നിങ്ങൾ പാരായണം ചെയ്യുക. പാരായണം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ ഒരാളിങ്ങനെ ആവർത്തിച്ച് 15 പ്രാവശ്യം ഓതണം. അപ്പൊ എങ്ങനെയാണ് ഓതുന്നത്? ആദ്യത്തെ 8 ആയത്തുകൾ ആവർത്തിച്ച് ഓതണം. ഏതുവരെയാണ്? 14-ാം രാവിന്റെ അന്ന് വരെ.
14-ാം രാവിന്റെ അന്ന് വരെ 14-ാം രാവിന്റെ അന്ന് 15 പ്രാവശ്യം എന്നത് 30 പ്രാവശ്യമാക്കി ആവർത്തിച്ച് ഓതിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പടച്ചവനെ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹത്തായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹ് ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ എന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ് എന്ന് നിങ്ങൾ ദുആ ചെയ്താൽ മന്നാനായ അല്ലാഹ് നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു. പടച്ചവരെ ഇതെല്ലാം പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹു ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫഖ്നാ ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ വസായിരിൽ അഅമാലി സാലിഹാത്തി യാ റബ്ബൽ ആലമീൻ. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ചസത്താവായ പടച്ചവനെ നിന്റെ പരിശുദ്ധ ഖുർആൻ ധാരാളം മഹത്വമുള്ളതാണ് റബ്ബേ. നിന്റെ കലാമാണല്ലോ, അത് ഞങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് നീ 2 ലോകത്ത് വിജയങ്ങൾ നൽകണേ അല്ലാഹ്. അതിനെക്കുറിച്ച് പറയുമ്പോഴും അത് പാരായണം ചെയ്യുമ്പോഴെല്ലാം നീ ഞങ്ങൾക്ക് വിജയങ്ങൾ ധാരാളം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ നീ ഖുർആൻ കൊണ്ട് ജോലിയാക്കണേ പടച്ചവനെ. നിന്റെ പരിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതിന്റെ മദ്ഹുകൾ പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ചസത്താവായ പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് 2 ലോകത്ത് വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഇതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറിലെത്തിച്ചവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗീയ മുഖാവനമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഖബറുകളെ നീ സ്വർഗ്ഗീയ മുഖാവനമാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ് അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട് അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും വാടക വീടുകളിലാണ്, സ്വന്തമായി ഭവനം നൽകണേ അല്ലാഹ്. എത്രയോ പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുണ്ട് റബ്ബേ, നീ ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സാലിഹീങ്ങളായ ഞങ്ങൾ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. കടക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. കടങ്ങളെല്ലാം വിടാനുള്ള വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഒരുപാട് കച്ചവടക്കാർ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവിടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. സന്തോഷങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. അസൂയയിൽ തൊട്ടും മരണം കാരണമാമത്തെ തൊട്ടും കൂടുതൽ തൊട്ടും അല്ലാഹുവേ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അല്ലാഹുവേ, കള്ളന്മാരുടെ ശത്രുക്കളിൽ നിന്നും ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോടൊപ്പം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ ഇണകളെല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. തന്ന ശരീരങ്ങളുടെ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾ
രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. സകല മുസീബത്തിൽ നിന്നും ഇടങ്ങേറുന്ന പ്രയാസങ്ങൾ അവരെ ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മക്കൾ ആരോഗ്യങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും പടച്ചവനെ വലിയ വലിയ പദവികൾ അലങ്കരിക്കുന്നവരാക്കി മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഉപകാരികളായ മക്കളാക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ നിന്റെ അടുക്കലേക്ക് കരങ്ങൾ ഉയർത്തിയത് പടച്ചവരെ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹസനാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.